ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനായി ലുക്കൌട്ട് സർക്കുലർ. ക്രൈംബ്രാഞ്ചാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിരുന്നു, ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു. ഷുഹൈബിനെയും ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയ പശ്ചാത്തലമുണ്ടാകുന്നു. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് സംഭവിക്കുന്നത്? ഈ ഷുഹൈബ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണോ? തീർച്ചയായും അന്വേഷണവുമായി ഒരു തരത്തിലും ഷുഹൈബ് സഹകരിക്കുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇന്നലെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തുകയും ചെയ്തിട്ടില്ല. ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. അത് പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും ക്രൈംബ്രാഞ്ചിനോട് കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഷുഹൈബിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ വിഭാഗത്തിനെ സംബന്ധിച്ച് ഈ ഷുഹൈബ് ഉൾപ്പെട്ട കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിമാനത്താവളം വഴി പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയാൽ അത് തടയുകയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിനും ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ ഈ ഷുഹൈബിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ലാപ്ടോപ്പുകളും മറ്റു രേഖകളും അടക്കം പിടിച്ചെടുത്തിരുന്നു. ഈ രേഖകൾ കൂടി പരിശോധിച്ച് മറ്റ് അധ്യാപകരുടെയും പരാതിക്കാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് ഷുഹൈബിന് നോട്ടീസ് നൽകിയത്. എന്തായാലും അന്വേഷണത്തോട് നിലവിൽ ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുകയാണ് എന്ന് കോടതിയിലും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശത്തേക്ക് ഷുഹൈബ് കടത്തുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനായി അല്ലെങ്കിൽ അത് തടയുന്നതിനായി പോലീസ് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്ന അനീഷ്? പൂർണ്ണമായും ഈ ഷുഹൈബിനെ കേന്ദ്രീകരിച്ച് തന്നെയാണോ? മറ്റാർക്കെങ്കിലും കൂടുതൽ യൂട്യൂബ് ചാനലുകൾക്ക് പങ്കുണ്ട് എന്ന നിഗമനമൊക്കെ ഇടയ്ക്ക് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. ആ തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇടയ്ക്ക് ഇവരുടെ വെല്ലുവിളി സുരമായിരുന്നു. വീണ്ടും യൂട്യൂബ് ചാനൽ ആരംഭിച്ച പശ്ചാത്തലം, പുനഃസ്ഥാപിച്ച പശ്ചാത്തലം, പുനഃസംപ്രേഷണം ആരംഭിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഗൗരവമായി തന്നെയാണോ കാണുന്നത്? രഞ്ജിത്ത്, ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണമായി പരാതിക്കാർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്ന ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ കേസിൽ ഒരു FIR ഇടുന്നതിന് സർക്കാർ തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞത് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റമാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ എടുക്കേണ്ടതെന്നൊക്കെ പറയുകയും ചെയ്തു. എന്നാൽ അതിന് ശേഷവും ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് FIR ഇട്ടത്. അതിന് ശേഷം പിന്നീട് സമയം എടുത്താണ് ഷുഹൈബിന്റെ സ്ഥാപനത്തിൽ ഈ റെയ്ഡ് നടത്തി രേഖകളും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ